ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സസ് ആണല്ലോ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എത്തി നിൽക്കുന്നത് 14ാമത്തെ വീക്കിലാണ്. ഈ ഒരു 14ാമത്തെ വീക്കിൽ ഹൈഡ്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് പോർഷനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ എന്താണ് ഹൈഡ്രോഗ്രാഫ്? ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് പറയാന്ന് വെച്ചാൽ അതിൻ്റെ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ് ആ ഗ്രാഫിൻ്റെ എന്നാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. കാരണം ആക്സിസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഗ്രാഫ് വ്യത്യാസപ്പെടുന്നത്. സാധാരണ ഒരു ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടൈം വേഴ്സസ് ഡിസ്ചാർജ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുക. ഈ നോർമൽ ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്, സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്നും പറയും. ഇനി ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഷേപ്പ് വരുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹൈഡ്രോഗ്രാഫ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആയിരിക്കും, അതേപോലെ രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് ടൈം ആയിരിക്കും, എക്സ് ആൻഡ് വൈ ആക്സിസുകൾ. ഇനി നിങ്ങൾ അറിയേണ്ടത് ഗ്രാഫ് കണ്ടോ, ഇങ്ങനെ റൈസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഈ ഒരു ഗ്രാഫിന് ഒരു റൈസിംഗ് ലിംബ് ഉണ്ട് അല്ലേ, റൈസിംഗ് ലിംബും റിസഷൻ ലിംബ് ഉണ്ട്, 2 ലിംബുകൾ എന്ന് പറയാം. ഗ്രാഫിൻ്റെ 2 ലിംബുകളാണ് റൈസിംഗ് ലിംബും റിസഷൻ ലിംബും. അതുകൂടാതെ ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിലോ, ഈ പോയിന്റ് എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിലെ സിയും ഇനെയും നമ്മൾ പറയുക ഇൻഫ്ലേഷൻ പോയിന്റ്സ് എന്നാണ് പറയുക. അതേപോലെ തന്നെ സി ഡി ഇ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്ന പോയിന്റ് ആണ്, അതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. ഇനി ഇവിടെ 2 ലിംബുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു റൈസിംഗ് ലിംബും ഉണ്ട്, അതേപോലെ തന്നെ ഒരു റിസഷൻ ലിംബും ഉണ്ട്. ഈ 2 ലിംബുകളും എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഓർത്ത് വെക്കണം. റൈസിംഗ് ലിംബ് ആണെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൈസിംഗ് ലിംബാണ് പറയുന്നത്, എക്സാമിന് ചോദിക്കാറുണ്ട്. റൈസിംഗ് ലിംബ് ഇൻറ്റൻസിറ്റി ഓഫ് റെയിനിൽ ഡിപ്പെൻഡഡ് ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് റെയിനിലും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് റെയിനിലും ഡിപ്പെൻഡഡ് ആണ്. എന്ന് വെച്ചാൽ റെയിൻഫോൾ ക്യാരക്ടേഴ്സിൽ ഡിപ്പെൻഡഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന റൈസിംഗ് ലിംബ്. ഇനി അതിൽ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വേറെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാച്ച്മെൻറ്റിന് എങ്ങനത്തെ ക്യാച്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ രണ്ടാമത് പറയേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ക്യാച്ച്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസഷൻ ലിംബ് എടുക്കുകയാണെങ്കിലോ, റിസഷൻ ലിംബിൽ നമ്മൾ നോക്കുമ്പോൾ റെയിൻഫാളിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഡിപ്പെൻഡഡ് അല്ല. കാരണം എന്താണ്, നോ റെയിൻഫാൾ ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന റിസഷൻ ലിംബ് എന്ന് പറയുന്നത്. റെയിൻഫാളൊക്കെ കഴിഞ്ഞു, ആകെ ക്യാച്ച്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ മാത്രമേ ഇത് ഡിപ്പെൻഡഡ് ആവുള്ളൂ. ക്യാച്ച്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ മാത്രമേ റിസഷൻ ലിംബ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എത്ര ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ക്യാച്ച്മെൻറ്റ് പ്രോപ്പർട്ടീസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബേസ് ഫ്ലോ ഉണ്ടല്ലേ, ഈ പോർഷനാണ് ബേസ് ഫ്ലോ എന്ന് പറയുന്നത്. ബേസ് ഫ്ലോ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴയ്ക്ക് മുമ്പുള്ള റിവർ ഫ്ലോ ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതിൻ്റെയൊക്കെ സമ്മായിരിക്കും വരിക? ടോട്ടൽ ഡിസ്ചാർജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബേസ് ഫ്ലോയുടെയും അതേപോലെ തന്നെ ഡയറക്റ്റ് റൺ ഓഫിൻ്റെയും ഒരു സമ്മായിട്ടായിരിക്കും ടോട്ടൽ ഡിസ്ചാർജ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഹൈഡ്രോഗ്രാഫ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഹൈഡ്രോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ലഭിക്കുക? അതൊന്ന് ഔട്ട്പുട്ടായിട്ട് ടോട്ടൽ ഡിസ്ചാർജ് അല്ലേ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 ടേമുകൾ പറയാനുണ്ട്. ഫസ്റ്റ് വൺ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്, അതായത് നമ്മുടെ ക്യാച്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാച്ച്മെൻറ്റിൻ്റെ ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് വെള്ളം എത്താൻ എടുക്കുന്ന ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഫാർത്തസ്റ്റ് പോയിന്റിൽ നിന്ന് ഔട്ട്ലെറ്റ് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ എങ്ങനെ പറയാം? ദ ടൈം ടേക്കൺ ബൈ വാട്ടർ ടു ട്രാവൽ ഫ്രം ദ ഫാർത്തസ്റ്റ് പോയിന്റ് to outlet of catchment.
ഇനി നമുക്ക് ടൈം ടു പീക്ക് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ടൈം ടു പീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അതായത് പീക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ടു പീക്ക് എന്ന് പറയുക. എന്താണ് ടൈം ടു പീക്ക്? പേര് പറയുന്ന പോലെ തന്നെ ടൈം റിക്വയർഡ് ടു അറ്റൈൻ പീക്ക്. ഓക്കെ, എത്രയാണോ ആ സമയം പീക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു, അതാണ് ടൈം ടു പീക്ക്. പേര് പറയുന്ന പോലെ തന്നെ. അതേപോലെ ഒരു ടേമും കൂടി ഉണ്ട്, ടൈം ബേസ്. അടുത്തൊരു ടേം ടൈം ബേസ് ആണ്. അതായത് ഡയറക്റ്റ് റൺ ഓഫിൻ്റെ സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും ഇടയിലുള്ള സമയമാണ് ടൈം ബേസ് എന്ന് പറയുന്നത്. ടൈം ബിറ്റ്വീൻ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ഈസ് നോൺ ആസ് ടൈം ബേസ്. ഓക്കെ, ഇനി ഇവിടുന്ന് എക്സാമിന് ഈ ഹൈഡ്രോഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹൈഡ്രോഗ്രാഫ്. ഓക്കെ, ഇത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഷേപ്പ് ഓഫ് ക്യാച്ച്മെൻ്റ് ആണ്. അതായത് നമ്മൾ ക്യാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വെള്ളം വരുന്ന പ്ലേസ്, ക്യാച്ച്മെൻറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയെന്നനുസരിച്ചിട്ട് ഹൈഡ്രോഗ്രാഫിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ 2 ക്യാച്ച്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, നമുക്ക് മെയിനായിട്ട് 2 രീതിയിലാണ് ക്യാച്ച്മെൻറ്റുകൾ ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ ഫാൻ ഷേപ്പ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫേൺ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, ഫാൻ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ഫേൺ ഷേപ്പ്ഡ് ക്യാച്ച്മെൻ്റ് ആണ് ജനറലി ഉണ്ടാവാറ്. ഇതിൽ ഫാൻ ഷേപ്പ്ഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് മെയിൻ സ്ട്രീം, അതേപോലെ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ്. മെയിൻ സ്ട്രീമിനും ഡിസ്ട്രിബ്യൂട്ടറീസിനൊക്കെ സെയിം ലെങ്ത് ആയിരിക്കും ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിൽ. പക്ഷേ സെയിം ലെങ്ത് ആണോ ഈ പറഞ്ഞിരിക്കുന്ന ഫേൺ ഷേപ്പിൽ വരിക? അല്ലല്ലോ, ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. അപ്പം ഏതാണ് ക്യാച്ച്മെൻറ്റ് എന്നനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോഗ്രാഫിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. മെയിനായിട്ട് 2 രീതിയിലാണ് ക്യാച്ച്മെൻറ്റ് ഉള്ളത്. ഫാൻ ഷേപ്പ്ഡ് ഉണ്ട്. ഫാൻ ഷേപ്പ്ഡിന് നമ്മൾ സെമി സർക്കുലാർ ക്യാച്ച്മെൻറ്റ് എന്നും പറയും. അതേപോലെ തന്നെ ഫേൺ ഷേപ്പ്ഡ് ഉണ്ട്, അതിനെ നമ്മൾ ലീഫ് ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റ് എന്നും പറയും. ഇനി ഈ ക്യാച്ച്മെൻറ്റിലൊക്കെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നോക്കാം. ആദ്യം ഞാൻ ഫാൻ ഷേപ്പ്ഡിൻ്റെ കാര്യം പറയാം, പിന്നെ നമുക്ക് ഫേൺ ഷേപ്പ്ഡിൻ്റെ പറയാം. ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ട്രീമും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടറീസ് രണ്ടിനും എന്താണ് ഞാൻ പറഞ്ഞു, രണ്ടിനും സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, രണ്ടിനും സെയിം ലെങ്ത് ആയിരിക്കും. പക്ഷെ നമ്മൾ ഫേൺ ഷേപ്പ്ഡ് എടുക്കുകയാണെങ്കിലോ സ്ട്രീംസിനും ഡിസ്ട്രിബ്യൂട്ടറീസിനും ഒക്കെ ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. ഇനി നമ്മൾ ഫാൻ ഷേപ്പ്ഡ് എടുക്കുന്ന സമയത്ത് ടൈം ബേസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നാരോ ടൈം ബേസ് ആയിരിക്കും ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിന് വരിക. പക്ഷേ വൈഡ് ടൈം ബേസ് ആണ് ഫേൺ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിന് വരിക. ഇനി പീക്ക് ഓഫ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ആയിട്ടായിരിക്കും ഫാൻ ഷേപ്പിൽ ഇരിക്കുക. ഹൈ പീക്ക് ഓഫ് ഹൈഡ്രോഗ്രാഫ് ഉണ്ടാവും നമ്മുടെ ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിൽ. അതേപോലെ പീക്ക് ഓഫ് ഹൈഡ്രോഗ്രാഫ് ലോ ആയിരിക്കും ഫേൺ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്. അതേപോലെ റൺ ഓഫ് നോക്കുകയാണെങ്കിൽ റൺ ഓഫ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫാൻ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റിനായിരിക്കും. റൺ ഓഫ് വിൽ ബി ലെസ് ഫോർ ഫേൺ ഷേപ്പ്ഡ് ക്യാച്ച്മെൻറ്റ്. അപ്പോൾ ഓരോ ക്യാച്ച്മെൻറ്റിനനുസരിച്ചിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോഗ്രാഫ് വ്യത്യാസപ്പെട്ടിട്ടാണ് വരിക. ഇനി ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ക്യാച്ച്മെൻ്റ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ക്യാച്ച്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്റ്റീപ്പ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ടൈം ബേസ് വളരെ കുറവായിരിക്കില്ലേ? സ്റ്റീപ്പ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ടൈം ബേസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ പീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ പീക്ക് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലെസ് ടൈം ബേസ് ആൻഡ് ഹൈ പീക്ക് ഫോർ സ്റ്റീപ്പ് സ്ലോപ്പുള്ള ക്യാച്ച്മെൻറ്റിന്. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് സ്റ്റോം ആണ്. അതായത് ഡയറക്ഷൻ ഓഫ് സ്റ്റോം എന്ന് പറയുമ്പം സ്റ്റോമിൻ്റെ ഡയറക്ഷനും നമ്മുടെ റിവറിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവില്ലേ, അത് രണ്ടും പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. രണ്ടും പാരലലായി വരുവാണെങ്കിൽ പീക്ക് വിൽ ബി ഹൈ. അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇഫ് the direction of storm
is parallel to the direction of stream, peak will be high. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഫാക്ടറായി ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം ആണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഡ്യൂറേഷൻ കൂടുന്ന സമയത്ത് പീക്കും എന്ത് ചെയ്തിരിക്കും? കൂടിയിരിക്കും. ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പീക്കും കൂടിയിരിക്കും. when duration of storm increases, the peak also increases. Again, ഫൈനൽ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സോയിൽ മോയ്സ്ചർ കണ്ടീഷൻ ആണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള സോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഡ്രൈ സോയിലും ഉണ്ട്, അതേപോലെ വെറ്റ് സോയിലും ഉണ്ട്. ഡ്രൈ സോയിലും വെറ്റ് സോയിലും ഉണ്ട്. ഡ്രൈ സോയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡ്രൈ സോയിലിന് ടൈം ബേസ് കൂടുതലായിരിക്കില്ലേ? ഡ്രൈ ആയിരിക്കുന്ന സോയിലാണ്, അപ്പോൾ വൈഡ് ടൈം ബേസ് ആയിരിക്കും. ഇനി റൺ ഓഫ് നോക്കിയാലോ? ഡ്രൈ ആയിരിക്കുന്ന സോയിലാണ്, കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യേണ്ടതൊക്കെ വരും, അതുകൊണ്ട് തന്നെ റൺ ഓഫ് കുറവായിരിക്കും. റൺ ഓഫ് വിൽ ബി ലെസ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ വെറ്റ് സോയിലിന് വരിക. വെറ്റ് സോയിലിന് നാരോ ടൈം ബേസ് ആണ്, അതേപോലെ റൺ ഓഫ് വിൽ ബി മോർ. ഇതാണ് ഈ ഒരു ഹൈഡ്രോഗ്രാഫിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ആരൊക്കെയായിരുന്നു? ഷേപ്പ് ഓഫ് ക്യാച്ച്മെൻ്റ് ഉണ്ട്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്ലോപ്പ് ഓഫ് ക്യാച്ച്മെൻ്റ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് സ്റ്റോം ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം ഉണ്ട്, സോയിൽ മോയ്സ്ചർ കണ്ടീഷൻ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ്, നമ്മുടെ ഹൈഡ്രോഗ്രാഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ടേമുകളാണ് അറിയേണ്ടത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ ഏതിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ഒരു ക്യാച്ച്മെൻറ്റിന് ഒരു വിഡ്ത്ത് ഉണ്ടാവും അല്ലേ? ആവറേജ് ഒരു വിഡ്ത്തും ഉണ്ടാവും, ക്യാച്ച്മെൻറ്റിന് ഒരു ലെങ്ത്തും ഉണ്ടാവും. ആ രണ്ട് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഫോം ഫാക്ടർ. അപ്പോൾ ഏതിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ആവറേജ് വിഡ്ത്ത് ഓഫ് ക്യാച്ച്മെൻറ്റ് divided by axial length of catchment. ഈ ഒരു റേഷ്യോ ആണ് ഫോം ഫാക്ടർ. ഇനി ഈ ഫോം ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ക്യാച്ച്മെൻറ്റിൻ്റെ ഷേപ്പ് മനസ്സിലാവും. ക്യാച്ച്മെൻറ്റിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഷേപ്പ് ഓഫ് ക്യാച്ച്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഫോം ഫാക്ടർ. ഓക്കെ, ഫോം ഫാക്ടർ കണ്ടുപിടിക്കുക വഴി ഷേപ്പ് ഓഫ് ക്യാച്ച്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രീം ഡെൻസിറ്റി ആണ്. സ്ട്രീം ഡെൻസിറ്റി. അപ്പം സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രീമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ക്യാച്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് അവിടെയുള്ള നമ്പർ ഓഫ് സ്ട്രീംസ് ഡിവൈഡഡ് ബൈ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് സ്ട്രീം ഡെൻസിറ്റി. നമ്പർ ഓഫ് സ്ട്രീംസ് ഡിവൈഡഡ് ബൈ ക്യാച്ച്മെൻറ്റ് ഏരിയ. നമ്പർ ഓഫ് സ്ട്രീംസ് ഡിവൈഡഡ് ബൈ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് സ്ട്രീം ഡെൻസിറ്റി. ഇനി ഇതേപോലെ വരുന്നൊരു ടേമാണ് ഡ്രെയിനേജ് ഡെൻസിറ്റി. ഡ്രെയിനേജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീമിന് ഒരു ലെങ്ത് ഉണ്ടാവില്ലേ? ആ ലെങ്ത് ടു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ റേഷ്യോ ആണ്. ലെങ്ത് ഓഫ് സ്ട്രീം ഡിവൈഡഡ് ബൈ ക്യാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രോഗ്രാഫ്. നമ്മൾ പറഞ്ഞല്ലേ ഹൈഡ്രോഗ്രാഫിൻ്റെ കുറച്ച് ടൈപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഹൈഡ്രോഗ്രാഫ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഫിഗർ ഒന്ന് എടുക്കട്ടെ. നോർമൽ ഹൈഡ്രോഗ്രാഫ് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൽ ബേസ് ഫ്ലോ, ഈ ഒരു പോർഷൻ ബേസ് ഫ്ലോ ആണല്ലോ. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബേസ് ഫ്ലോ ആണ്. ആ ബേസ് ഫ്ലോ അതിനെ സെപ്പറേറ്റ് ചെയ്തു. ബേസ് ഫ്ലോനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അതായത് ബേസ് ഫ്ലോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്താ കിട്ടുക? എഫക്റ്റീവ് റെയിൻഫാൾ മനസ്സിലാവും. എഫക്റ്റീവ് റെയിൻഫാൾ ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക? ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഉണ്ടാവുക. DRH എന്ന് പറയും ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിനെ. ഡയറക്റ്റ് റൺ ഓഫ് ആണ് നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് വേഴ്സസ് ടൈം ആയിരിക്കും. ഇനി ഇത് എഫക്റ്റീവ് റെയിൻഫാൾ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? ബേസ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്.
ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഡയറക്റ്റ് റൺ ഓഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് റൺ ഓഫ് നമുക്ക് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് റൺ ഓഫ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഡയറക്റ്റ് റൺ ഓഫ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ആ ഗ്രാഫ് കാണിച്ചു തരാം. നമ്മളെ നോർമൽ ഹൈഡ്രോഗ്രാഫ് ഇതാണല്ലോ. നോർമൽ ഹൈഡ്രോഗ്രാഫ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് വേഴ്സസ് ടൈം ആണ്. ഞാനിപ്പോൾ രണ്ടാമത് DRH പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞ സമയത്ത് ഇവിടെ ഡയറക്റ്റ് റൺ ഓഫ് ആണ് കിട്ടുക എന്നാണ് ഉദ്ദേശിച്ചത്. ഡിസ്ചാർജ് വേഴ്സസ് ടൈം തന്നെയാണ് കേട്ടോ ഗ്രാഫ് വരിക. ഡിസ്ചാർജ് വേഴ്സസ് ടൈം തന്നെയാണ് വരിക ഗ്രാഫ്. പറഞ്ഞപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഡിസ്ചാർജ് വേഴ്സസ് ടൈം തന്നെയാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. ഈ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് കിട്ടുന്നത് നോർമൽ ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് നമ്മൾ ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ് ഇതിൽ നിന്ന് കിട്ടുക? ഡയറക്റ്റ് റൺ ഓഫ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഏരിയ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് വോളിയം കിട്ടും. ഡയറക്റ്റ് റൺ ഓഫ് വോളിയം കിട്ടും. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 എന്നാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരിക. അത് തന്നെയാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. പക്ഷേ 1 സെൻറ്റിമീറ്റർ എഫക്റ്റീവ് റെയിൻഫാൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. UH എന്ന് പറയും. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത 1 സെൻറ്റിമീറ്റർ എഫക്റ്റീവ് റെയിൻഫോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് ഉണ്ടാവുക. ഇനി ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് റെയിൻഫാൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, റെയിൻഫാൾ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമും അതേപോലെ റെയിൻഫാൾ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, റെയിൻഫാൾ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. ഇനി രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ലീനിയർ റെസ്പോൺസ് ആണുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ലീനിയർ റെസ്പോൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ ടൈം ഇൻവേരിയൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ലീനിയർ റെസ്പോൺസ് ആൻഡ് ടൈം ഇൻവേരിയൻസ് എന്ന് പറയുന്ന 2 പോയിന്റും ഓർത്ത് വെക്കുക. ഇനി നമ്മൾ റെയിൻഫാൾ ഒരു സ്പെസിഫിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ എടുക്കുന്ന സമയത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അല്ലെങ്കിൽ അസംഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എസ് ഹൈഡ്രോഗ്രാഫ് ആണ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് എസ് ഹൈഡ്രോഗ്രാഫ് ആണ്. എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഹൈഡ്രോഗ്രാഫിനെയാണ് നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം. അതിൻ്റെ ഷേപ്പ് ആ ഒരു എസ് പോലെ, ഇതുണ്ടോ, ഒരു എസ് പോലെയല്ലേ ഷേപ്പ് ഇരിക്കുന്നത്. എസ് പോലെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. എസ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ സമ്മേഷൻ ഹൈഡ്രോഗ്രാഫ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന എസ് ഷേപ്പ് വരിക. സൂപ്പർ ഇമ്പോസിങ് എ നമ്പർ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫുകൾ ഒന്നിലധികം നമ്മൾ കുറേ എണ്ണം കമ്പൈൻ ചെയ്യുമ്പോഴാണ് എസ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എസ് ഷേപ്പുള്ള സമ്മേഷൻ ഹൈഡ്രോഗ്രാഫ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് തന്നെയാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ആൻഡ് ഫൈനലല്ല, അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഹൈഡ്രോഗ്രാഫ് ആണ്. സിന്തറ്റിക് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം. മാൻമെയ്ഡ് ഹൈഡ്രോഗ്രാഫ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. പേര് പറയുന്ന പോലെ തന്നെ അൺഗേജ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ലേ? അൺഗേജ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് റെയിൻഫാളൊക്കെ എത്രയാണെന്ന് മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ നേച്ചർ എന്ന് മനസ്സിലാക്കണ്ടേ. അങ്ങനെ അൺഗേജ്ഡ് ഏരിയാസിൽ അല്ലെങ്കിൽ സ്ട്രീം ഫ്ലോ റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്ത ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യും? സിമിലർ ആയിട്ടുള്ള ക്യാച്ച്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രാഫാണ് സിന്തറ്റിക് ഹൈഡ്രോഗ്രാഫ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള അർത്ഥം കൊണ്ടാണ് മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടല്ല, അതേപോലത്തെ ഒരു ക്യാച്ച്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോഗ്രാഫ് ഡെവലപ്പ് ചെയ്യുന്നത്.
അൺഗേജ്ഡ് ഏരിയാസിലാണ് ഇത് ചെയ്യുക. ഡെവലപ്ഡ് ബൈ കമ്പയറിംഗ് എ നോൺ hydrograph of catchment with similar characters. ഇനി ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ IUH എന്നും പറയും. അതായത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ഡ്യൂറേഷൻ എന്നല്ലേ കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്മോൾ ഡ്യൂറേഷൻ ആയിരിക്കും. അതായത് ഇൻഫിനിറ്റ്ലി സ്മോൾ എന്ന് പറയില്ലേ, വളരെ സ്മോൾ ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ആയിരിക്കും ഉണ്ടാവുക. 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ആണ്. ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. അതായത് 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള റൺ ഓഫ് ആണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ അത് എടുക്കുന്നത് വളരെ സ്മോൾ ഡ്യൂറേഷനിലായിരിക്കും. വളരെ ചെറിയ ഡ്യൂറേഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് with 1 centimeter runoff and infinitely small duration. വളരെ സ്മോൾ ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ കൊച്ചെന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫുകൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് ആയിരുന്നു. ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന്റെ ബേസ് ഫ്ലോ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഹൈഡ്രോഗ്രാഫാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഇതിന്റെ പ്രത്യേകത 1 സെൻറ്റിമീറ്റർ എഫക്റ്റീവ് റെയിൻഫാൾ ഉള്ളതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അതിന് അതിന്റെ അസംഷൻസ് പറഞ്ഞു. അതിൽ ലീനിയർ റെസ്പോൺസും ടൈം ഇൻവേരിയൻസും ഓർത്ത് വെക്കണം. അടുത്തത് എസ് ഹൈഡ്രോഗ്രാഫ് ആണ്. അതിനൊരു ഷേപ്പ് നോക്കുമ്പോൾ എസ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നിലധികം യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്ലബ് ചെയ്യുമ്പോഴാണ് എസ് ഹൈഡ്രോഗ്രാഫ് കിട്ടുക. അടുത്തത് സിന്തറ്റിക് ഹൈഡ്രോഗ്രാഫ് ആണ്. അത് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്നതാണ് സിമിലർ കാച്ച്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. അല്ലെങ്കിൽ സ്ട്രീം ഫ്ലോ മെഷർമെൻറ്റിൻ്റെ ഡാറ്റയൊന്നും ഇല്ലാത്ത ഏരിയാസിൽ, അൺഗേജ്ഡ് ഏരിയാസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിന്തറ്റിക്. ലാസ്റ്റ് വൺ ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ വളരെ സ്മോൾ ഡ്യൂറേഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് ഇൻസ്റ്റന്റേനിയസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഹൈഡ്രോഗ്രാഫുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.